മനീഷ് മഹിബാൽ ഈ ചവറ തെക്കുംഭാഗത്തെ ഈ അതുലിയുടെ വീട്ടിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ അമ്മയും അച്ഛനും ഒരേ നിലപാടാണോ അവലംബിച്ചിരിക്കുന്നത്? മകൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലായിരുന്നു, മകളെ അമ്മ ആരോപിക്കും പോലെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരമാണോ അവർ രണ്ടുപേരും പറയുന്നത്? SKN ഇവർ പറയുന്നത് മകൾ ഒരു തരത്തിലും ഇങ്ങനെ ഉള്ള ദുരിതങ്ങളെ പറ്റി ഇവരോട് പങ്കുവെക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും താൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. താൻ എങ്ങനെയെങ്കിലും മരിച്ച നിലയിൽ കാണപ്പെടുകയാണെങ്കിൽ അത് ഉറപ്പായിരിക്കും, അതൊരു കൊലപാതകമായിരിക്കും എന്ന് നേരത്തെ മകൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. ഇവിടെ അമ്മ പറയുന്നത് 17ാമത്തെ വയസ്സിലായിരുന്നു ഈ അതുല്യയുടെ വിവാഹം ഉറപ്പിച്ചത്. അന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ സതീഷിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വിവാഹം ആലോചിച്ചെത്തുന്നത്. പക്ഷെ അന്ന് പ്രായപൂർത്തിയായിരുന്നില്ല. 17ാമത്തെ വയസ്സിൽ വിവാഹം ആലോചിച്ച് വെച്ച ശേഷം 19ാമത്തെ വയസ്സിലാണ് സതീഷുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. നിലവിൽ 29 വയസ്സാണ്. 10 വർഷങ്ങൾ കഴിഞ്ഞു. നിലവിൽ 10 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഇവർക്കുണ്ട്. ഈ 10 വയസ്സുള്ള കുട്ടിയാകുന്ന സമയത്തെങ്കിലും ഈ രീതിയിലുള്ള ദുരിത അനുഭവങ്ങൾ മകൾക്കുണ്ടാവുകയില്ല. അതായത് സതീഷിനൊരു മാറ്റം ഉണ്ടാകും എന്ന് ഈ കുടുംബം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് വിവാഹ മോചനത്തിന് ഇതിനു മുൻപ് തന്നെ ഇവർ ആ രീതിയിലേക്ക് നിലപാട് എടുത്തിരുന്നുവെങ്കിലും പക്ഷെ സതീഷ് പിന്നീട് വന്ന് മാപ്പ് പറഞ്ഞു. അതായത് സതീഷിന്റെ അമ്മയുമായി ചേർന്ന് ഇവിടെ എത്തി ഇവരോടും ഈ അച്ഛനോടും അമ്മയോടും ഒക്കെ തന്നെ മാപ്പ് പറഞ്ഞായിരുന്നു വീണ്ടും ഇവർ സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ സതീഷിനെ പറ്റി പക്ഷേ നാട്ടിലുള്ളവർക്ക് പോലും നല്ല അഭിപ്രായമല്ല ഉള്ളത്. മദ്യപാനം അടക്കമുള്ള മോശം സ്വഭാവം കൊണ്ട് പെട്ടെന്ന് വയലന്റ് ആകുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അതുല്യയുടെ അപ്പച്ചപ്പനാണ് ഈ സതീഷിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം. സതീഷ് മിക്കവാറും മദ്യപിക്കുമായിരുന്നു. അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ അവളെ ഉപദ്രവിക്കുകയായിരുന്നു. ഈ 18ാം തീയതി അവരുടെ ബർത്ത്ഡേ ആയിരുന്നു കുഞ്ഞിന്റെ. ഷാർജയിൽ വെച്ച് മിക്കവാറും രാത്രികാലങ്ങളിൽ അമിതമായിട്ട് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായി മിക്കവാറും ഈ സംഭവമായിരിക്കും ഇതിന് മരണകാരണം എന്ന് തോന്നുന്നു. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. കാരണം കൂടാതെ കണ്ട് അവിടെ കുഞ്ഞിനെ വളർത്തണം. കുട്ടി ബോൾഡായിരുന്നു, നല്ല കുഞ്ഞായിരുന്നു, സാമർത്ഥ്യക്കാരിയായിരുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് പണ്ട് ഇതുപോലെ പറയുമായിരുന്നു, ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്തല്ല, അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ കൊന്നതായിട്ടാണ് തീരുമാനിച്ചാൽ മതി. വീണ്ടും ഇവരെ ഒരുപാട് മധ്യസ്ഥകളുണ്ടായി. അമ്മുമ്മയും മാമന്മാരും ചിറ്റപ്പന്മാരും എല്ലാം കൂടെ ചേർന്ന് വീണ്ടും അവന് പിന്നെ മാറ്റം ഉണ്ടാവാം, ഒരു പെൺകുഞ്ഞല്ലയോ, അവർ ജീവിക്കണം എന്ന് വീണ്ടും അവരെ യോജിപ്പിക്കുകയും ചെയ്തിരുന്നു ഞങ്ങള്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു മനുഷ്യനാണ്. സൈക്കോ തന്നെ. അമിതമായി മദ്യപിച്ചു കഴിഞ്ഞാൽ സൈക്കോ തന്നെയാണ്. അത് യാതൊരു മാറ്റമില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ 1.5 വർഷത്തിൽ നാട്ടിൽ വെച്ച് ഉപദ്രവിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ റൂമുകളിൽ വെച്ചായിരിക്കും മദ്യപിക്കുന്നത്. പിന്നെ അവൻ ഇവിടെ വരികയും ഈ അന്ന് നിന്ന് കോടതിയിലും പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമായി കഴിഞ്ഞ് അവൻ ഇവിടെ വന്ന് കാല് പിടിച്ച് കരയുകയും ഒക്കെ ചെയ്തതായിരുന്നു. വീണ്ടും 1 മാസം കഴിയും വീണ്ടും ഉണ്ടാവും. 15-20 ദിവസം കഴിയും വീണ്ടും അവന്റെ പഴയ സ്വഭാവങ്ങൾ എടുക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും മാറും എന്നുള്ള വിശ്വാസത്തിൽ ഈ കുഞ്ഞ് നല്ല ബോൾഡായോണ്ട് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യണം. ഒത്തിരി പണം, നല്ല ജോലി, പൈസ ജോലി ചെയ്യാനൊക്കെ മിടുക്കണം. നല്ല സാലറി ഉള്ളത്. ശമ്പളമൊന്നുമില്ല, എല്ലാം അവനടിച്ച് തൂത്ത് കളയുന്ന ഒരു സ്വഭാവം. നല്ല സാലറി ഉണ്ടായി മിടുക്കനായിരുന്നു. ജോലി കാര്യത്തിൽ വളരെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റിലെ എഞ്ചിനീയറിംഗ് സെക്ഷൻ പണിയാണ്. മിടുക്കനായ ഒരു പണിക്കാരനാണ്. സമ്പാദ്യങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം അവന് മുഴുവനും അന്നന്ന് ചെലവാക്കി കഴിയുന്നൊരു ഇതാണ്. ഈ കുഞ്ഞ് എന്തെങ്കിലും അവൻ രക്ഷപ്പെടും, നല്ലൊരു മനുഷ്യനാവും എന്നുള്ള വിചാരിച്ച് അവനിൽ കൂടി അവൻ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുകയായിരുന്നു. അതാണ് ഈ 18ാം തീയതി രാത്രിയിൽ അവൻ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ ഈ മരിച്ച കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എന്തെങ്കിലും അമിതമായി മദ്യപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ വല്ലതും ഉണ്ടായി ഇത് സംഭവിക്കാനാ സാധ്യത. അല്ലാതെ ഒന്നും പെണ്ണുങ്ങളോട് പോലും സംസാരിക്കുന്ന ഇഷ്ടമല്ല. സംശയ രോഗം ഉണ്ടായിരുന്നു. എവളെ എപ്പോഴും സംശയം. കാരണം എവളെ പൂട്ടിയിട്ടിട്ട് പോകും, അങ്ങനെ ചെയ്തിട്ട് അവന്റെ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ടൊക്കെ പോവായിരുന്നു. അത് നാട്ടിൽ വെച്ച് അല്ല, ഗൾഫിൽ വെച്ച്. കാരണം വല്യച്ഛനുണ്ട്. വല്യച്ഛനോട് അവള് സംസാരിക്കുമായിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. വല്യച്ഛനോട് എന്തൊക്കെയാ വല്യച്ഛനോട് പറഞ്ഞു? അവിടെ പീഡനമാണ്, സഹിക്കാൻ മേത്ത പീഡനം അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു കാരണവശാലും അവളെ വിശ്വസിക്കത്തില്ല. ഒന്നാമത് അന്ധവിശ്വാസം, അവളുടെ സംശയരോഗം, അതാണ് മെയിൻ അവന്. പിന്നെ വെള്ളം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ വയലന്റ് ആവുക. പിന്നെ എന്തെങ്കിലും മയക്കുമരുന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇവളെ ദേഹോദ്രവിക്കും, ശരിക്കടിക്കും. നാട്ടിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്, വഴക്കായിട്ടുണ്ട്, പിരിഞ്ഞു നിന്നിട്ടുണ്ട്. മകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങളൊന്നും ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പിന്നെയും വന്ന് കാല് പിടിച്ച് കരഞ്ഞ് പിടിച്ചോണ്ട് പോകും. അമ്മമ്മ, ഞാൻ, വല്യച്ഛൻ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അവസാനം വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചവൾ കേസ് കൊടുത്തതാണ്. വീണ്ടും ഞങ്ങൾ ഈ കുഞ്ഞിന്റെ കാര്യം ഓർത്ത്, ഒരു കുഞ്ഞില്ലേ, പെൺകുച്ചില്ലേ അവിടെ, അവനെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ വീണ്ടും കൂടെ കൊണ്ടുപോയി ഷാർജയെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവിടെ റൂം പൂട്ടിയിട്ടിട്ട് അവൻ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ
അങ്ങനെ അയലത്തുള്ള ഫ്ലാറ്റുകാരൊക്കെ പറഞ്ഞു, പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, നീ അത് തുറന്നിട്ടിട്ട് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു ജോലി ശരിയായി, ഇപ്പം നാളെ അങ്ങോട്ട് ജോയിൻ ചെയ്യേണ്ട. എനിക്ക് തോന്നുന്നു അതിനോട് തിരക്കുള്ള തർക്കത്തിലാണ് ഇപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു കാണും. നമ്മൾ യൂണിഫോമൊക്കെ തച്ച് വെച്ചിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് പോലെ പാടാണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഇവൻ വീണ്ടും വൈലൻ്റായി കാണും, രാത്രി പ്രശ്നം ഉണ്ടായി കാണും, തല്ലിക്കൊന്നു കാണും. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരുപാട് ബന്ധമൊന്നുമില്ല അവന്. അവൻ ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അവൻ്റെ ഒരു വീടുണ്ട് അവിടെ, അത് വാടകയ്ക്ക് തള്ളയായിട്ട് ബന്ധമില്ല. അനിയന്മാർ ഒരു ചേട്ടന് മരിച്ചുപോയി, ഒരു അനിയനുണ്ട്, അവൻ നാട്ടിലുണ്ട്. അല്ല അവരുമായിട്ട് യാതൊരു ഒരു ആൾക്കാരുമായിട്ട് അവന് യാതൊരു സഹകരണവുമില്ല. അവൻ നമ്മളെ പോലും വിളിക്കാൻ, നമ്മൾ ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് കൊടുക്കത്തില്ല ഫോൺ. അതാണ് അവൻ്റെ സ്വഭാവം. ആ രീതിയിലാണ് പോകുന്നത്. ഇവളെ കൊന്നു എന്നുള്ള നമുക്ക് ഉറപ്പാണ്. അല്ല, ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല അവള്. ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം അവൾക്കില്ല. അവിടെ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ അവൾക്ക് വളർത്തണ്ടേ? തന്ത എന്തായാലും ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നുള്ളത്? അവനെ കൊണ്ടുവന്ന് നമ്മളെ ഞങ്ങൾ പറയുന്നത് ഷാർജയിൽ തന്നെ അവന് നിയമം നടപ്പാക്കണമെന്നാണ്. അവിടുത്തെ നിയമം പറ്റത്തില്ല. നമ്മളെ കേരളത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ തേഞ്ഞ് മാഞ്ഞ് കേസങ്ങ് പോകും. പക്ഷേ ഇത് അവനെ അവിടെ ജയിലിൽ അടയ്ക്കണം. അതാ വേണ്ടത് നമുക്ക്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു, വേറെ ഒന്നും പറയാനില്ല. SKN അതുപോലെയാണ് ആളുകൾ പറയുന്നത്. പലതവണ ഇവൻ ഈ മാപ്പ് പറഞ്ഞെത്തും. അങ്ങനെ 10 വയസ്സുള്ള കുഞ്ഞിനെ കരുതിയൊക്കെ തന്നെയാണ് ഇവർ പലരും ക്ഷമിച്ചിരുന്നത്. നാടുമായി തന്നെ ഒട്ടും ബന്ധമില്ലായിരുന്നു. നിലവിൽ ഇത് സംബന്ധിച്ച് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലാണ് ഈ വീട്ടുകാർ ഇത് സംബന്ധിച്ച് മരണത്തിൽ അസ്വാഭാവികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മൊഗിവാലാണ് വിവരങ്ങൾ നൽകിയത്. അതുല്യയുടെ ദുരന്തമാണ് ഷാർജയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.